If you wanna stay with me, if you wanna try, maybe you could be with me, but only for the night. ഹലോ, ഞാൻ KT കുട്ടൻ, റിട്ടയർഡ് ഫ്രം കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ ആസ് എ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആൻഡ് ആൾസോ ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയർ ഫോർ ദ അപ്രൂവൽ ഓഫ് ദി ബിൽഡിംഗ് ഇൻ കേരള സ്റ്റേറ്റ്. ഓക്കെ, നമ്മൾ ഒരു ഇൻവെസ്റ്റർ, നിർമ്മാണ മേഖലയിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എൻജിനീയേഴ്സിനും അറിയാം. എന്താണെന്ന് വെച്ചാൽ 1 കോടി രൂപ മുതൽ മുടക്കി ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ 40% ലേബർ ചാർജാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 40% വെച്ചെങ്കിൽ 40 ലക്ഷം രൂപ ഒരാൾക്ക് വെറുതെ കിടക്കുന്നതിലുപരി അവരുടെ അധ്വാനത്തിലൂടെ അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ പൈസ വേണമെങ്കിൽ വേറെ രൂപത്തിൽ ആള് ഫിക്സഡ് ഡെപ്പോസിറ്റോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ആൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെതായുള്ള വരുമാനം കിട്ടും. അപ്പം ആളിങ്ങനെ ചെയ്യുന്ന വെച്ചെങ്കിൽ പാവങ്ങളായിട്ടുള്ള ലേബേഴ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തൊഴിലിന് വരുമ്പോൾ അവരുടെ തൊഴില് മാന്യമായിട്ട് അറിവോടെ കഴിവോടെ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി കുറച്ചെങ്കിലും മനസ്സിലാക്കി ചെയ്യാനുള്ള സാങ്കേതിക പരിശീലനം, ഒപ്പം തന്നെ സ്കിൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതിനിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നിർമ്മിതി കേന്ദ്രം, പിന്നെ നമ്മുടെ ഹൗസിംഗ് ബോർഡ്. എനിക്ക് വളരെ അധികം താങ്ക്ഫുള്ളാണ്. ഞാൻ 1995 അന്ന് മുതൽ ശ്രമിക്കുന്നൊരു കാര്യമാണ്. ഒരു അതോറിറ്റിയും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ സിറ്റുവേഷൻ വളരെ മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് സർപ്ലസ് ആവില്ല. അത്രയും വർഷമുണ്ട്. ഏകദേശം 30 വർഷമാവാറായി ഞാൻ ആ പ്രോജക്റ്റ് തുടങ്ങിയിട്ട്. അപ്പം എന്താന്ന് വെച്ചെങ്കിൽ അതിൽ നമ്മൾ എത്ര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊടുത്താലും അതിൽ വർക്ക്മാൻഷിപ്പ്, അതിൽ ലേബേഴ്സ് കൈകാര്യം ചെയ്യുന്ന അവരുടെ അറിവും കഴിവും അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി അഷൂറിങ് വരും. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണേ, ഫോർ എക്സാമ്പിൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ല 40% എന്ന് വെച്ചെങ്കിൽ 40 ലാക്ക് അത് ലേബർ ചാർജ് ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ലേബറും മറ്റുള്ള ക്വാളിറ്റി മെറ്റീരിയലും എല്ലാതും കൂടി ടോട്ടൽ ആ കൺസ്ട്രക്ഷനിലെ ഇൻഫ്രാസ്ട്രക്ചറിന് ക്വാളിറ്റി അഷൂർ ചെയ്ത് കൊടുക്കാൻ ആ ബന്ധപ്പെട്ടവർ ബാധ്യസ്ഥരാണ്. അതിന് മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യണ പോലെ നമ്മൾ തൊഴിലാളികൾക്ക് മാന്യമായിട്ടുള്ള സ്കിൽഡ് ഡെവലപ്മെന്റ് ചെയ്ത് കൊടുക്കുക. അവര് മെനക്കെട്ട് ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും, പക്ഷെ നമ്മുടെ ബാധ്യതയാണ്. ഞാൻ തന്നെ ഗവൺമെന്റ് സൈറ്റിൽ ഞാൻ ഉച്ചനേരത്ത് എൻ്റെ ചുറ്റും ബംഗാളികൾ ലേബേഴ്സ് ഇരിക്കുന്ന സമയത്ത്, ഭക്ഷണം എഴുതിയ സമയത്ത് ഞാൻ ഓരോ ടിപ്പുകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഫോർ എക്സാമ്പിൾ, കാഞ്ഞങ്ങാട് ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കമ്പി കെട്ടി ഏകദേശം കഴിഞ്ഞിടത്ത് എന്തത് ഇങ്ങനെ കമ്പി കെട്ടെന്ന് ചോദിച്ചപ്പോൾ ആ പണിക്കാരൻ പറഞ്ഞു, PWD സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഞാൻ കമ്പി കെട്ടിയതെല്ലാം വളരെ ഓക്കെ പറഞ്ഞിട്ടാണ്, ഒരുവിധം കമ്പനി വന്നിട്ടില്ല. അപ്പൊ അത് കമ്പി കെട്ടുന്ന 2 മെത്തേഡ് ഉണ്ട്. 1 വേ സ്ലാബ് ഉണ്ട്, 2 വേ സ്ലാബ് ഉണ്ട്. അന്ന് നമ്മളവിടെ 2 വേ സ്ലാബാണ് നമ്മൾ കെട്ടുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള കമ്പി കെട്ടിന്റെ ക്രാങ്കിങ്ങും എല്ലാതും വരുന്നില്ല നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോൺക്രീറ്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സമയമില്ല. ഞാനൊരുവിധം അതിൻ്റെ അവരെ പറഞ്ഞു കൊടുത്ത് നമ്മൾ കമ്പി എക്സ്ട്രാ ഒക്കെ കെട്ടിച്ച് നമ്മൾ ഒരുവിധം നമ്മൾ നല്ല
നല്ല രൂപത്തിൽ നമ്മൾ അത് 2 വേ സ്ലാബായിട്ട് നമ്മൾ കമ്പി കെട്ടി. സാധാരണക്കാർക്ക് അറിയില്ല, അല്ലെങ്കിൽ 1 വേ സ്ലാബും 2 വേ സ്ലാബും തമ്മിലുള്ള ആ ക്രാങ്കിങ്ങും അതിന്റെ സിസ്റ്റം സാധാരണക്കാർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയില്ല. അത് നമ്മൾ എഞ്ചിനീയേഴ്സ് അവിടെ പോയി നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അതിന്റെ തന്നെ കോൺക്രീറ്റ് നിരത്തുന്ന സമയത്ത് ഒരാള് കോൺക്രീറ്റ് നിരത്താണ് കൽപ്പണി വെച്ചിട്ട് നിരത്തുന്ന സമയത്ത് എന്ന് വെച്ചെങ്കില് ഒരു നിലയ്ക്കും ഇദ്ദേഹം കൽപ്പണി കോൺക്രീറ്റിന് മേലെ കൂടെ ഓടിക്കല്ലാണ്ട് അത് ലെവലായി വരുന്നില്ല. എന്ന് വെച്ചെങ്കില് വളരെയധികം വർഷങ്ങൾ പരിചയമുള്ള ആളാണ്. പക്ഷെ അത് കോൺക്രീറ്റ് കൽപ്പണി എങ്ങനെ പിടിക്കണം, അതിലെങ്ങനെ ഫോഴ്സ് ചെയ്യണം, അത് കോൺക്രീറ്റിനെ എങ്ങനെ പുഷ് ചെയ്യണം അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം വളരെയധികം ആൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ എൻ്റെ സർവീസിൽ ഞാൻ പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പണിക്കാരുകളുടെ ഒരു പണിക്കാരൻ ഒരു ശരിക്കും പറഞ്ഞ ആയുധെടുക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എക്സ്പീരിയൻസ് ഉള്ള ആളോ അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ആശാരി ഒരു ശിഷ്യനോട് ആദ്യം വരുന്ന പണി പിടിക്കുന്ന ആളോ അല്ലെങ്കിൽ ശിഷ്യരോട് ആദ്യം പറയുന്നത് വെച്ചെങ്കിൽ ആ ഉളി എടുക്കാൻ പറയും. അപ്പൊ അറിവില്ലാത്തവെന്ന് വെച്ചാല് അതിന്റെ പിടിക്കണ ഭാഗം ശരിക്കും പിടിക്കണ ഭാഗം പിടിച്ചിട്ട് മൂർച്ചയുള്ള ഭാഗം ആശാരിക്ക് കൊടുക്കും. എനിവേ അദ്ദേഹം നല്ലൊരു ശരിക്കും മൈൻഡൊക്കെ വേറൊരു ഇതിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പെട്ടെന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ അത്ര ഷാർപ്പായിട്ടുള്ള ആ ഉളി കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മുറിയാനും വിരൽ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവുള്ള ആളെന്താ ചെയ്യുന്നത്, മൂർച്ചയുള്ള ഭാഗം കയ്യെ പിടിച്ചിട്ട് മറ്റേ ഭാഗം അതിന്റെ പിടുത്തം ആശാരിക്ക് കൊടുക്കും. എന്ന് വെച്ചിങ്ങനെ അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്ന ആൾക്ക് കൊടുക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ തൊഴിലാളികൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യണ അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസയുടെ ആ മൂല്യത്തിന്റെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ ക്വാളിറ്റി അഷ്വറത് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, താങ്ക് യു.